നമസ്കാരം. ജനുവരി 30 മഹാത്മജിയുടെ മഹത്തായ രക്തസാക്ഷിത്വ ദിനത്തിൽ ഇന്ത്യയിലെ തന്നെ പ്രമുഖരായ 160 പ്രതിഭകൾ ഒരുമിച്ച് സവിശേഷമായ ഒരു ആവശ്യവുമായി പ്രസ്താവന നടത്തി രംഗത്തു വന്നതാണ് ശ്രദ്ധേയമായത്. അമിതാവ് ഘോഷ്, നസറുദ്ദീൻ ഷാ, റൊമിള താപ്പർ, ജയതി ഘോഷ്, ഹർഷ് മന്ദർ, ക്രിസ്റ്റഫ് ജഫലോട്ട് എന്നിവരുൾപ്പെടെ 160 അക്കാദമിക് വിദഗ്ധരും സിനിമാ നിർമ്മാതാക്കളും അഭിനേതാക്കളും ആക്ടിവിസ്റ്റുകളുമാണ് പ്രസ്താവനയിൽ ഒപ്പിട്ടത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചതിന് ഉമർ ഖാലിദിനെയും ഒപ്പം അറസ്റ്റിലായവരെയും മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രസ്താവന തയ്യാറാക്കിയത്. മഹാത്മാഗാന്ധിയുടെ 77ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് 2025 ജനുവരി 30 ഖാലിദിന്റെ ജയിൽവാസം 1600 ദിവസം തികയുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രസ്താവന തുടങ്ങുന്നത്. ചരിത്രകാരനായി പരിശീലനം നേടുകയും വിമർശനാത്മക ചിന്തകനായി പരിവർത്തനം നേടുകയും ചെയ്ത മിടുക്കനും അനുകമ്പയുള്ളവനും ആയ ഉമറിനെ പോലെയുള്ള ഒരു യുവാവ് ഇപ്രകാരം ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടത്താൽ ആവർത്തിച്ച് ടാർഗറ്റ് ചെയ്യപ്പെടുകയും അപകീർത്തിപ്പെടുത്തപ്പെടുകയും മുദ്ര കുത്തപ്പെടുകയും ചെയ്തതിൽ ഞങ്ങൾ വളരെ അസ്വസ്ഥരാണ്. ബഹുസ്വരതയ്ക്കും മതേതരത്വത്തിനും ഭരണഘടനാ മൂല്യങ്ങൾക്കും വേണ്ടി വാദിക്കുന്ന വാചാലമായ പ്രസംഗങ്ങൾക്ക് പേരുകേട്ട ഖാലിദ് അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന പ്രസംഗം നടത്തി എന്ന് ആരോപിച്ച് ഒരു ഗൂഢാലോചനയുടെ ഇരയായി തടവിൽ കഴിയുന്നത് ആശാസ്യമല്ല. ഖാലിദിനൊപ്പം ടാർഗറ്റ് ചെയ്യപ്പെട്ട ഗുലിഫ് ഷാ, ഫാത്തിമ, ഷർജിൽ ഇമാം, ഖാലിദ് സൈഫി, മീരൻ ഹൈദർ, അത്തർ ഖാൻ, ഷിഫ ഉർ റഹ്മാൻ എന്നിവരെയും പ്രസ്താവന പേരെടുത്ത് പരാമർശിക്കുന്നുണ്ട്. ആവർത്തിച്ചുള്ള ജാമ്യം നിഷേധിക്കുന്നതും വിചാരണ കൂടാതെ നീണ്ടു നിൽക്കുന്ന തടവും ഖാലിദിന്റെയും മറ്റുള്ളവരുടെയും കേസിലെ ഏറ്റവും വിഷമകരമായ വശങ്ങളിലൊന്നാണ് എന്നും പ്രസ്താവനയിൽ പറയുന്നു. ഭരണകൂടത്തിന്റെ മനസ്സിൽ പ്രതിഷേധിക്കാനുള്ള ഭരണഘടനാപരമായി ഉറപ്പു നൽകുന്ന അവകാശവും തീവ്രവാദ പ്രവർത്തനവും തമ്മിലുള്ള അതിർത്തി ഒരു പരിധിവരെ മങ്ങുന്നതായി തോന്നുന്നു എന്ന 2021 ഡൽഹി ഹൈക്കോടതി വിധിയെ പരാമർശിച്ച പ്രസ്താവന തീവ്രവാദ വിരുദ്ധ നിയമങ്ങളുടെ ഉപയോഗത്തെ വിമർശന ദൃഷ്ട്യാ വിലയിരുത്തി. ഇത്തരം നിയമങ്ങളും അമിതമായ ജുഡീഷ്യൽ കാലതാമസവും ഒരു വിചാരണയും കൂടാതെ കുറ്റം തെളിയിക്കപ്പെടാതെ നീണ്ടകാലം തടങ്കലിൽ വെച്ചുകൊണ്ട് വ്യക്തികളെ അന്യായമായി ശിക്ഷിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചു. ഉമറും ഒപ്പമുള്ളവരും സ്വതന്ത്രരായിരിക്കണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. അതുവഴി അവർക്ക് തുല്യവും നീതിയുക്തവുമായ ജീവിതം സംഭാവന ചെയ്യാൻ കഴിയണം എന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഉമർ ഖാലിദിനെയും ഒപ്പം തടവിൽ കഴിയുന്ന പൗരത്വ പ്രവർത്തകരെയും വിട്ടയക്കുക എന്ന ആവശ്യത്തിൽ ഊന്നിയാണ് 160 പേർ ഒപ്പിട്ട പ്രസ്താവന പൂർണ്ണമാകുന്നത്.